ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത്തവണ പടമല്ല, ഇത്തവണ സീരീസ് ആണ്. കേരള ക്രൈം ഫയൽസ് സീസൺ 2. കേരള ക്രൈം ഫയൽസ് ബേസിക്കലി ഒരു പോലീസ് പ്രൊസീജിയറൽ ഡ്രാമ ത്രില്ലർ സീരീസ് ആണ്. ഇതിന്റെ സീസൺ 1 ലീഡ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അജു വർഗീസ് ആണ്. ഓവറോൾ ആ സീരീസിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ആകെ അതിൽ ഇഷ്ടപ്പെടാണ്ടിരുന്നത് അതിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ ആണ് എനിക്ക് അത്രയും വർക്കൗട്ട് ആവാണ്ടിരുന്നത്. എന്നാലും എനിക്ക് ആ സീരീസ് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് ഒരു 6 എപ്പിസോഡ് ഉള്ളൂ. ആ 6 എപ്പിസോഡ്സ് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഒക്കെയാണ് മാക്സിമം വരുന്നത്. സോ ഓൾമോസ്റ്റ് 3 hours മൂവി കാണുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു സീരീസിൽ. അഹമ്മദ് കബീർ ആണ് ഇതിന്റെ ഡയറക്ടർ. സീസൺ 2 വന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. ഞാൻ സീസൺ 2 വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ജൂൺ 20 ഇതിന്റെ സീസൺ 2 റിലീസായി. ബേസിക്കലി ഞാൻ വിചാരിച്ചിരുന്നത് സീസൺ 2ലും സീസൺ 1ന്റെ അതേ സ്റ്റാർ കാസ്റ്റ് തന്നെ ആയിരിക്കും, അജു വർഗീസിന്റെ ആയിരിക്കും ലീഡ് ചെയ്യുന്നതൊക്കെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. സീസൺ 2 വന്നപ്പോൾ കുറെ മാറ്റങ്ങൾ ഉണ്ടായി ഈ സീരീസിൽ. ഡയറക്ടർ സെയിം അഹമ്മദ് കബീർ തന്നെയാണ്, പക്ഷെ റൈറ്റർ മാറി. റൈറ്റർ ബാഹുൽ രമേശ് ആയി. ബാഹുൽ രമേശ് ആണ് കിഷ്കിന്ധകാലത്തിന്റെ റൈറ്റർ. പുള്ളിയാണ് ഇതിന്റെയും റൈറ്റർ. ഓൾസോ ഞാൻ വിചാരിച്ചത് സീസൺ 1ന്റെ അതേ മെയിൻ ലീഡ് റോൾസ് തന്നെ ആയിരിക്കും ഇതിലോട്ട് വരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് അവരൊരു ക്രിയേറ്റീവ് പരിപാടി ചെയ്തിട്ടുണ്ട്. സീസൺ 1ലെ മെയിൻ ക്യാരക്ടേഴ്സിനെ എല്ലാം അവർ കീപ്പ് ചെയ്തിട്ട് പുതിയ ലീഡ് ക്യാരക്ടേഴ്സിനെയാണ് ഇതിന്റെ അത് കൊണ്ടുവരുന്നത്. അതിൽ മെയിൻ ലീഡാണ് അർജുൻ രാധാകൃഷ്ണൻ. പുള്ളിയുടെ പോലീസ് റോൾ നല്ല വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിനു മുമ്പും ഇങ്ങനത്തെ പോലീസ് റോളുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മറ്റേ പട ഫിലിമില് പുള്ളി ഒരു കളക്ടറുടെ റോളായിരുന്നു. അതും ആ സമയം തൊട്ട് പുള്ളി സെറ്റാണ് ഇങ്ങനത്തെ പോലീസ് റോളുകളിലും കാര്യങ്ങളിലും. ഇതിൽ അർജുൻ രാധാകൃഷ്ണന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി സ്പോർട്സ് കോട്ടയിൽ നിന്ന് റെക്കോർഡ്സിലോട്ട് കയറി പിന്നീട് റെക്കോർഡ്സിൽ നിന്നും സ്റ്റേഷൻ ഡ്യൂട്ടിയിലോട്ട് വരുന്ന ഒരു ക്യാരക്ടർ ട്രാൻസിഷൻ ആണ് ബേസിക്കലി ഇതിന്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണന്റെ. പക്ഷെ പുള്ളിയുടെ ഇതിന്റെ അകത്തൊരു ആ ഒരു പോലീസ് ക്യാരക്ടർ പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഇതിൽ പിന്നെ എടുത്ത് പറയേണ്ടത് ഒരു സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ആക്ടറിന്റെ ക്യാരക്ടറാണ്. ഒരു ASI ഷാജു. പുള്ളി ഭയങ്കര മെച്ചുവർ, ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട് പുള്ളി എപ്പോഴും ഈ അർജുൻ രാധാകൃഷ്ണന്റെ ക്യാരക്ടറിന്റെ കൂടെ കാണും. പുള്ളിയുടെ റോള് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു പോലീസുകാരന്റെ ഒരു റോളായിരുന്നു ഈ പുള്ളിക്ക്. ഈ സീരീസിൽ മിക്കപ്പോഴും പുള്ളിന്റെ അടുത്ത് കാണിക്കുന്ന സമയത്ത് പുള്ളി ആ ഒരു ഭയങ്കര കമ്പോസ്ഡ് ആയി ഭയങ്കര കുറെ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ASI പോലത്തെ ഒരു റോളായിരുന്നു പുള്ളിയുടേത്. പിന്നെ ഇതിൽ മറ്റ് സ്റ്റാർ കാസ്റ്റ് സപ്പോർട്ടിംഗ് കാസ്റ്റ് ആയിട്ട് വരുന്നത് ഇന്ദ്രൻസും ഹരിശ്രീ അശോകനുമാണ്. ഇവര് രണ്ടുപേരും ഇവരുടെ ആ ഒരു പഴയ കോമിക് പരിപാടികളൊക്കെ വിട്ടിട്ട് ഫുൾ സീരിയസ് റോളാണ് ഇതില്. ആ റോളുകളാണെങ്കിൽ അവർ നല്ല പക്കയായിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഓൾസോ ഇതിന്റെ സീസൺ 1 പല ക്യാരക്ടേഴ്സിനെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റീറ്റെയിൻ ചെയ്തിട്ട് ഒരു യൂണിവേഴ്സ് പോലെ ഇങ്ങനെ പറഞ്ഞേക്കുന്നതാണ്. ആ ക്യാരക്ടേഴ്സിന് തമ്മിൽ ഇങ്ങനെ കണക്ഷൻ ചെയ്ത് വെച്ചവരെയാണ്. മെയിൻ ആയിട്ട് പറയുന്നത് അജു വർഗീസിനെയും ലാലിനെയാണ് അവർ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾസോ സീസൺ 1 കമ്പയർ ചെയ്യുന്ന സമയത്ത് സീസൺ 2 കുറച്ചും കൂടി പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതിന്റെ മ്യൂസിക് ആണെങ്കിലും അതിന്റെ ആ ഒരു സ്റ്റോറിയുടെ ഇതാണെങ്കിലും കുറച്ചും കൂടി ഒരു സെറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ലാർജ് സ്കെയിലാണ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരും. ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി മാറിയത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ആവും. സ്റ്റോറി ആണെങ്കിലും അത്യാവശ്യം ഈ 6 എപ്പിസോഡ്സ് ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു അവർ ത്രില്ലിംഗ് എലമെന്റ്സ് കൊണ്ടുവന്നിരുന്നത്. സ്റ്റോറി ആണെങ്കിൽ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. അത് അവർ ആ കേസും കുറെ കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതി നല്ല രസമായിരുന്നു. കേരള ക്രൈം ഫയൽസിന്റെ എല്ലാ സീസണിന്റെ ടാഗ് ലൈൻ വരുന്നത് അവർ ഏത് കേസാണ് ഇത്തവണ അന്വേഷിക്കുന്നത് എന്നാണ്. അതിൽ സീസൺ 1ന്റെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞ ഷിജു പാറയിൽ വീട് നീണ്ടക്കര, അതായിരുന്നു ഫസ്റ്റ് സീസണിന്റെ ടാഗ് ലൈൻ. അത് ബേസിക്കലി ഒരു ഷിജു എന്ന് പറഞ്ഞ ആളെ അന്വേഷിച്ചു പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു അതിന്റെ അകത്ത്. ഇതിലും ടാഗ് ലൈൻ വന്നിരിക്കുന്നത് മിസ്സിംഗ് കേസ് ഓഫ് CPO അമ്പിളി രാജു. അതാണ് സെക്കൻഡ് സീസണിന്റെ ടാഗ് ലൈൻ. സോ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് അമ്പിളി രാജു മിസ്സിംഗ് ആണ്, CPO അമ്പിളി രാജു മിസ്സിംഗ് ആണ്, അമ്പിളി രാജുവിന് എന്ത് സംഭവിച്ചു, ഇതാണ് ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. നല്ല വെടിപ്പായിട്ട് തന്നെയാണ് അവർ ഈ പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നതും. തോട്ട് വേൻ കേരള ക്രൈം ഫയൽസ് സീസൺ 2 എനിക്ക് സീസൺ 1 നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സ്റ്റോറി കുറച്ചുകൂടി ക്രിസ്പ് ആയിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു. ഒരു വീക്കെൻഡ് ഇരുന്ന് ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു തീർക്കാം ഈ സീരീസ്. കാരണം അത്രയും എപ്പിസോഡ്സ് എല്ലാം നല്ല ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത്. 6 എപ്പിസോഡ്സ് ഉള്ളൂ. സോ ദാറ്റ്സ് കേരള ക്രൈം ഫയൽ സീസൺ 2 ഫോർ യു. ടേക്ക് കെയർ.